കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഇന്നുവരെ കാണാത്ത വിധം സങ്കീർണവും നാടകീയവുമായ ഒരു ഘട്ടത്തിലൂടെയാണ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കടന്നുപോകുന്നത്. കേന്ദ്ര സർക്കാരിന്റെ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന പ്രഖ്യാപനവും അതിനായുള്ള രാഷ്ട്രീയ കരുനീക്കങ്ങളും ലക്ഷ്യം കാണുകയാണെങ്കിൽ 2029 ലോക്സഭാ തിരഞ്ഞെടുപ്പിനൊപ്പം കേരള നിയമസഭാ തിരഞ്ഞെടുപ്പും നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വലിയ ജനവിശ്വാസത്തോടെയും പ്രതീക്ഷയോടെയുമാണ് വി.ഡി. സതീശന്റെ നേതൃത്വത്തിലുള്ള UDF സർക്കാർ അധികാരമേറ്റതെങ്കിലും തുടക്കം മുതൽ തന്നെ സർക്കാരിന്റെ അടിത്തറ ഇളകുന്ന രീതിയിലുള്ള വിവാദങ്ങളാണ് ഉയർന്നുവരുന്നത്. ഏകപക്ഷീയമായ നിലപാടുകളും ആഭ്യന്തര തർക്കങ്ങളും ഇതിൽ പ്രധാനമാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള പ്രാരംഭ തർക്കങ്ങൾ പരിഹരിച്ചാണ് ഭരണം തുടങ്ങിയതെങ്കിലും മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ ഏകപക്ഷീയമായ ശൈലി മുന്നണിക്കുള്ളിൽ വലിയ പുകച്ചിലുണ്ടാക്കുന്നുണ്ട്. സർക്കാർ നിയമങ്ങളും നയപരമായ തീരുമാനങ്ങളിലും ഘടകകക്ഷികളെയോ സ്വന്തം പാർട്ടിയിലെ മുതിർന്ന നേതാക്കളെയോ വിശ്വാസത്തിലെടുക്കാതെയാണ് മുഖ്യമന്ത്രി മുന്നോട്ടു പോകുന്നത്. സതീശനെ അധികാരത്തിലെത്തിക്കാൻ അഹോരാത്രം പ്രയത്നിച്ച മാധ്യമങ്ങൾക്ക് പോലും ഇപ്പോൾ സർക്കാരിന്റെ വീഴ്ചകളെ രൂക്ഷമായി വിമർശിക്കേണ്ടി വരുന്നത് ഈ പാളിച്ചകൾ കൊണ്ടാണ്. UDFന്റെ വിജയത്തിൽ എക്കാലത്തും നിർണായകമായി പങ്കുവഹിക്കുന്നത് മതന്യൂനപക്ഷങ്ങളാണ്, പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗം. എന്നാൽ അധികാരം കിട്ടിയതിനു ശേഷം അവരുടെ ആശങ്കകളെ പരിഗണിക്കുന്നതിൽ സർക്കാരിന് വലിയ ജാഗ്രത കുറവ് സംഭവിച്ചിട്ടുമുണ്ട്. ഇത് പരമ്പരാഗത UDF വോട്ടർമാരെ മുന്നണിയിൽ നിന്നും അകറ്റാൻ തുടങ്ങിയിരിക്കുന്നു എന്നതിന്റെ സൂചനകളാണിപ്പോൾ പുറത്തുവരുന്നതും. കേരള രാഷ്ട്രീയത്തിൽ UDFനെ കടുത്ത പ്രതിരോധത്തിലാക്കിയ ഒന്നാണ് കേന്ദ്ര സർക്കാരിന്റെ PM ശ്രീ സ്കൂൾ പദ്ധതിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ. മുൻപ് പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് ഈ പദ്ധതി നടപ്പിലാക്കാൻ ശ്രമിച്ചപ്പോൾ ഇതിനെ അറബിക്കടലിൽ ചവിട്ടിത്താഴ്ത്തുമെന്ന് പ്രഖ്യാപിച്ച മുസ്ലിം ലീഗ് നേതാക്കളാണ് ഇപ്പോൾ UDF അധികാരത്തിൽ വന്നപ്പോൾ നിലപാട് മാറ്റിയിരിക്കുന്നത്. ലീഗുകാരായ വിദ്യാഭ്യാസ മന്ത്രി തന്നെ ഈ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കേണ്ടി വരുമെന്ന് സമ്മതിക്കുന്നത് ലീഗിന്റെ അണികളിൽ കടുത്ത നിരാശയും അമർഷവും ഉണ്ടാക്കി. ഇത് ലീഗിന്റെ രാഷ്ട്രീയ അടിവേരുകൾക്ക് തന്നെ ഭീഷണിയാണ്. മുൻപ് പിണറായി സർക്കാർ ഈ പദ്ധതിയിൽ ആദ്യം ഒപ്പിട്ടിരുന്നെങ്കിലും ഘടകകക്ഷിയായ CPI ശക്തമായ എതിർപ്പ് പ്രകടിപ്പിച്ചതോടെ നിലപാട് തിരുത്തുകയും പദ്ധതി വേണ്ടെന്ന് വെക്കുകയും ചെയ്തു. ഇടതുപക്ഷം മുന്നണി കാണിച്ച ആ രാഷ്ട്രീയ ആർജവം അല്ലെങ്കിൽ നിലപാട് ഉയർത്തിപ്പിടിക്കാനുള്ള കരുത്ത് വീരശൂര പരാക്രമി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വി.ഡി. സതീശന്റെ സർക്കാരിന് ഇല്ലാതെ പോയത് UDFന്റെ ഇരട്ടത്താപ്പാണ് തുറന്നു കാട്ടുന്നതും. മുൻപ് CPM BJP-യിലെന്ന് ആരോപിച്ചവർ തന്നെ ഇപ്പോൾ കേന്ദ്ര പദ്ധതികൾക്ക് മുന്നിൽ മുട്ടുമടക്കുമ്പോൾ യഥാർത്ഥ ഡീൽ ആരുടേതാണെന്ന ചോദ്യം പൊതുസമൂഹവും ഉയർത്തുന്നു. UDFന്റെ പ്രധാന ശക്തികേന്ദ്രമായ സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതത്തിൽ സർക്കാരിനെതിരെ വിമർശനാത്മകമായ ലേഖനം വന്നത് UDF നേരിടുന്ന ഏറ്റവും വലിയ ആഭ്യന്തര പ്രതിസന്ധിയുടെ തെളിവാണ്. ഭരണ തുടർച്ചയ്ക്കുള്ള ശ്രമങ്ങൾക്കിടയിൽ വോട്ടർമാരെ സ്വാധീനിക്കാൻ UDF നടത്തുന്ന ചില നീക്കങ്ങൾ അവർക്ക് തന്നെ തിരിച്ചടിയാവുകയാണിപ്പോൾ. ഇടതുപക്ഷത്തിന്റെ തകർച്ചയ്ക്ക് പ്രധാന കാരണക്കാരനായ വെള്ളാപ്പള്ളി നടേശനെ അനുനയിപ്പിക്കാൻ കോൺഗ്രസ് നേതാക്കൾ മത്സരിക്കുന്ന കാഴ്ചയാണിപ്പോൾ കാണുന്നതും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും മന്ത്രി ബിന്ദു കൃഷ്ണയും കണിച്ചുകുളങ്ങരയിലെ വീട്ടിൽ നേരിട്ടെത്തി വെള്ളാപ്പള്ളിയുടെ അനുഗ്രഹം വാങ്ങിയത് രാഷ്ട്രീയമായി UDFനെ പ്രതിരോധത്തിലാക്കി. കണിച്ചുകുളങ്ങര SNDP യൂണിറ്റ് സെക്രട്ടറി KK മഹേശന്റെ ആത്മഹത്യയിൽ പുനരന്വേഷണം വേണമെന്നത് പാർട്ടിക്കുള്ളിലെ വലിയൊരു വിഭാഗത്തിന്റെ ആവശ്യവുമാണ്. മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരൻ ഇതിനായി മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകിയിട്ടും ഇതുവരെ അനുകൂലമായൊരു തീരുമാനവും ഉണ്ടായിട്ടില്ല. വെള്ളാപ്പള്ളി കുടുംബത്തിന്റെ പങ്ക് അന്വേഷിക്കണമെന്ന ആവശ്യം സർക്കാർ നിരാകരിക്കുന്നത് VM സുധീരനെ പോലുള്ള മുതിർന്ന നേതാക്കളിൽ കടുത്ത അതൃപ്തിയും ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ വിഷയങ്ങളിലെ മലക്കമർച്ചിലുകൾ പൊതുസമൂഹത്തിൽ മുഖ്യമന്ത്രിയുടെ ഇമേജ് പൂർണ്ണമായും തകർക്കുന്ന രൂപത്തിലേക്ക് വളർന്നിരിക്കുകയാണിപ്പോൾ. അഹങ്കാരവും ധിക്കാരപരമായ സമീപനവും ഏകാധിപത്യ ശൈലിയും ജനങ്ങൾ വെച്ചുപൊറുപ്പിക്കില്ല എന്നതിന്റെ വലിയ ഉദാഹരണമായിരുന്നു കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് ഫലം. പിണറായി വിജയൻ എന്ന നേതാവിന്റെ പെരുമാറ്റ ദൂഷ്യം കൊണ്ടാണ് ജനങ്ങൾ ഇടതുപക്ഷത്തെ കൈവിട്ടതും UDFനെ വിജയിപ്പിച്ചതും. എന്നാൽ ഇത്ര വലിയ തിരിച്ചടി കിട്ടിയിട്ടും തെറ്റുകൾ തിരുത്താൻ CPM തയ്യാറല്ല എന്ന സന്ദേശമാണ് പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവായി തിരഞ്ഞെടുത്തതിലൂടെ പാർട്ടി നൽകുന്നത്. CPMന് ഒരു തിരിച്ചുവരവ് സാധ്യമാകണമെങ്കിൽ 2029 പാർട്ടി സമ്മേളനങ്ങളിൽ നിരവധി വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടായേ തീരൂ. പിണറായി വിജയനെ വീണ്ടും ഒരു തിരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടുന്നത് പാർട്ടിയുടെ ആത്മഹത്യാപരമായിരിക്കും. നിലവിലെ പിണറായി MV ഗോവിന്ദൻ നേതൃത്വം മാറി പുതിയ ജനകീയ മുഖമുള്ള നേതൃത്വം വരണം. LDFിലെ NCP ജനാധിപത്യ കേരള കോൺഗ്രസ് S തുടങ്ങിയ ഈർക്കിൽ പാർട്ടിക്ക് സീറ്റുകൾ ദാനം ചെയ്തത് നിർത്തണം. ഈ സീറ്റുകൾ CPM നേരിട്ട് മത്സരിക്കുന്നത് മുന്നണിയുടെ ശക്തി വർദ്ധിപ്പിക്കും. CPMന്റെ ഉറച്ച കോട്ടകളായ ഏലത്തൂർ, പയ്യന്നൂർ, തളിപ്പറമ്പ് തുടങ്ങിയ മണ്ഡലങ്ങൾ ഇത്തവണ തകർന്നടിഞ്ഞു. വെള്ളാപ്പള്ളി A ഫാക്ടറിനൊപ്പം പാർട്ടി നേതൃത്വത്തിന്റെ ധിക്കാരവും മോശം സ്ഥാനാർത്ഥി നിർണയവുമാണ് ഇതിന് കാരണം. എലത്തൂർ മോഡൽ തിരിച്ചടികൾ ഇനി ആവർത്തിക്കാതിരിക്കാൻ
പറയാൻ താഴെത്തട്ടിലുള്ള അണികളുടെ വികാരവും മാനിക്കണം. സോഷ്യൽ മീഡിയയിൽ പാർട്ടിയെ പ്രതിരോധിക്കുന്ന സൈബർ അന്തംകമ്മികളുടെ ആക്രോശങ്ങളും ധിക്കാരപരമായ പെരുമാറ്റങ്ങളും സാധാരണ ജനങ്ങളിൽ പാർട്ടിക്ക് വലിയ അപമതിപ്പുണ്ടാക്കുന്നുമുണ്ട്. നേതൃത്വം ഇവരെ നിയന്ത്രിച്ചില്ലെങ്കിൽ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റിന്റെ പൊടി പോലും കാണാത്ത അവസ്ഥ വരും. ഇത്തവണ കേരളത്തിലെ ജനങ്ങളും സാധാരണ CPM അനുഭാവികളും UDFന് വോട്ട് ചെയ്തത് VD സതീശന്റെ വലിയ കഴിവിൽ വിശ്വസിച്ചല്ല, മറിച്ച് പിണറായി വിജയൻ സർക്കാരിന്റെ ഭരണത്തോടുള്ള കടുത്ത മടുപ്പുകൊണ്ടാണ്. 2029 ലോക്സഭയ്ക്കൊപ്പം നിയമസഭാ തിരഞ്ഞെടുപ്പും വന്നാൽ UDFന് കാര്യങ്ങളത്ര എളുപ്പമാകില്ല.